ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഡേ. വെൽക്കം ടു ഓട്ടോക്രിറ്റിക്. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതെൻ്റെ തന്നെ സ്വന്തം മാസ്റ്റർ 6 ആണ്. ആദ്യം ഈ വണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത വണ്ടികൾ ഇനിയും വരും. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് 2019 മാസ്റ്റർ 6 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എക്സ്റ്റീരിയറിലേക്ക് കിടക്കാം. എക്സ്റ്റീരിയറിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ വണ്ടി ബ്ലാക്ക് പെയിൻ്റ് ആണ്. നെഗറ്റീവ് തന്നെ ആദ്യം പറയാം. ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് പെയിൻറ്റ് ഭയങ്കര തിന്നാണ്. അപ്പോൾ തിൻ പെയിൻറ്റിന് ഒരു സൊല്യൂഷൻ ഇല്ല. തിന്നായതുകൊണ്ട് തന്നെ ഈസിലി അത് ചിപ്പ് ആൻഡ് മാർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ വണ്ടിയിൽ തന്നെ ഇഷ്ടംപോലെ ചിപ്പ് ആൻഡ് മാർക്ക് ഉണ്ട്. അത് നമ്മൾ പെയിൻറ്റ് ചെയ്യുകയോ പെൻ വെച്ച് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പെയിൻറ്റ് വാങ്ങി ടച്ച് ചെയ്യുകയോ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് വിട്ടാൽ അത് പെട്ടെന്ന് തുരുമ്പ് കയറാതിരിക്കും. പിന്നെ ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ തുരുമ്പ് തന്നെയാണ് ഈ വണ്ടിയുടെ മെയിൻ ഇഷ്യൂ. മസ്തയുടെ എല്ലാത്തിൻ്റെയും ഇഷ്യൂ തുരുമ്പ് തന്നെയാണ്. അണ്ടർ ബോഡി റസ്റ്റ്, നല്ല രീതിയിൽ റസ്റ്റ് ഉണ്ട്. ഒരു 10 വർഷമൊക്കെ ആയ വണ്ടിക്ക് MOT പാസ്സാവാനൊക്കെ പാടാണ്, ലുക്ക് ആഫ്റ്റർ ചെയ്യാത്ത വണ്ടിയാണെങ്കിൽ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ നോക്കേണ്ടത് വണ്ടിയുടെ അടിയിൽ തുരുമ്പുണ്ടോ എന്നാണ്. ആദ്യം ബേസിക് മെക്കാനിക്കൽ ചെക്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തുരുമ്പാണ് നമ്മൾ നോക്കേണ്ടത്. MOTയിൽ അതുണ്ടാവും, നല്ല രീതിയിൽ തുരുമ്പുണ്ടെങ്കിൽ അതുണ്ടാവും. ഇതൊക്കെയാണ് വണ്ടിയുടെ എക്സ്റ്റീരിയർ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. പിന്നെ വിങ് മിറർ നമ്മൾ ഫോഴ്സ്ഫുള്ളി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വിങ് മിറർ മടങ്ങാനുള്ള പാട് വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് എക്സ്റ്റീരിയറിലുള്ളത്. വേറെ എക്സ്റ്റീരിയർ ഇഷ്യൂസ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. തുരുമ്പ് തന്നെയാണ്, തുരുമ്പും തിൻ പെയിൻറ്റുമാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഡിസൈൻ ഒരു എയറോഡൈനാമിക് പോലത്തെ ഒരു ഡിസൈനാണ്. വണ്ടിയുടെ ഹെഡ്ലൈറ്റൊക്കെ സിഗ്നേച്ചർ LED ഉള്ള ഹെഡ്ലൈറ്റാണ്. അതിനകത്ത് അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നവരുടെ കണ്ണിലേക്ക് വെട്ടമടിക്കാത്ത രീതിയിലുള്ള ടെക്നോളജിയൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഡിമ്മിംഗ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് ആണ്. പിന്നെ ഫ്രണ്ടിൽ വലിയൊരു മസ്തയുടെ ലോഗോ വരുന്നുണ്ട്. പിന്നെ ക്രോം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ക്രോം എലമെൻറ്റ്സ് വലിയ എല്ലാവർക്കും താല്പര്യമുള്ള സാധനമല്ല, എന്നാലും നല്ല ഭംഗിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ആവറേജ് ഉണ്ട്. UK റോഡ്സിന് പറ്റിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഓഫ് റോഡ് രീതിയിലുള്ള റോഡുകളിലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ക്രോസ് ഓവർ നോക്കേണ്ടി വരും. സലൂണാണ് ഈ വണ്ടി, അപ്പോൾ അത് പോസിബിൾ അല്ല അങ്ങനെ. പിന്നെ പുറകിൽ നോക്കുവാണെങ്കിൽ ഡ്യുവൽ എക്സോസ്റ്റ് ആണ് വരുന്നത്. പിന്നെ എല്ലാ ലൈറ്റ്സും LED ആണ് വണ്ടിയുടെ. ബ്രേക്ക് ലൈറ്റ്സും ഹെഡ് ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം LED ആണ്. പിന്നെ വണ്ടിക്ക് സ്പോയിലറൊന്നും കമ്പനി കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കിൽ മസ്ത 6ൻ്റെ ഒരു ബാഡ്ജിങ്ങും സ്കൈ ആക്റ്റീവിൻ്റെ ഒരു ബാഡ്ജിങ്ങുമാണ് വരുന്നത്. അപ്പോൾ സ്കൈ ആക്റ്റീവിൻ്റെ ബാഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നുമില്ല പ്രത്യേകിച്ച്. സ്കൈ ആക്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ എർത്ത് ഡ്രീംസ് എന്ന് പറയുന്ന ആ ടെക്നോളജി തന്നെ യൂസ് ചെയ്യുന്നു. വലിയ കാര്യമൊന്നുമില്ല, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ വേറെ ഫ്രണ്ടിൽ വണ്ടിക്ക് വിൻസ്ക്രീനിൻ്റെ മേളിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ ക്യാമറയും റഡാറും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ലൈൻ കീപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് ഫ്രണ്ടിൽ വണ്ടി ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് ബ്രേക്കും ചെയ്യും. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. പിന്നെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇത് 2 ലിറ്റർ എഞ്ചിനാണ്. 2 ലിറ്റർ എഞ്ചിനിൽ 163 bhp പവറും 213 Nm ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമാണ് തരുന്നത്. പിന്നെ 2.5 ലിറ്റർ എഞ്ചിനുണ്ട്, അത് നാച്ചുറലി ആസ്പിറേറ്റ് ആണ്. ആ എഞ്ചിൻ തരുന്നത് 191 bhp പവറും 258 Nm ടോർക്കുമാണ്. പിന്നെ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. ഡീസൽ എഞ്ചിൻ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അതിന് 187 bhp 450 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും ഉണ്ട്. ഡീസൽ എഞ്ചിൻ ഭയങ്കര കംപ്ലൈൻ്റ് ആണ്, അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. പിന്നെ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ്. 11 ബോസ് സ്പീക്കേഴ്സ് ഉണ്ട്, അത് സബ് വൂഫറോട് കൂടിയ സ്പീക്കേഴ്സാണ്. പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ട്. ഈ വണ്ടി സ്പോർട്ട് നൗ പ്ലസ് ആണ്. സ്പോർട്ട് നൗ പ്ലസിനകത്താണ് ഈ 163 bhp ഉള്ള എഞ്ചിൻ ഇരിക്കുന്നത്. ഇതിൻ്റെ SEL വേരിയൻറ്റിൽ 143 bhp 210 Nm ടോർക്കുമാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആൻഡ് നോബ് കമാൻഡർ കൺട്രോളർ ഇതിന് തന്നിട്ടുണ്ടാകുന്ന എടുക്കുകയാണെന്നാണ് നോബ് കമാൻഡ് കൺട്രോളർ. പിന്നെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ഹെഡ്സപ്പ് ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. BMWൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ അവിടെ മിന്നുന്നതാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലെ ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഇത്ര നാളായിട്ട് ഇതൊരു 1 lakh മൈൽ ഓടിയ വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഇതുവരെ ഒരു റാറ്റ്ലിംഗ് നോയ്സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പാണ്. അത് ഇടയ്ക്ക് ഗ്ലിച്ച് പോലെ കാണിക്കാറുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇതിൻ്റെ ഹെഡ് യൂണിറ്റിലും ചില ഗ്ലിച്ചുകളൊക്കെ വരാറുണ്ട്. അതൊക്കെ നോർമലായിട്ട് കൺസിഡർ ചെയ്താൽ മതി. നോർമൽ എല്ലാ വണ്ടികൾക്കും ഉള്ള 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൽ അവർ ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾസും ലൈൻ കീപ്പ് അസിസ്റ്റിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹീറ്റഡ് സീറ്റ്സ് വിത്ത് 2 സ്റ്റെപ്പ് മെമ്മറി ഫംഗ്ഷൻ. പിന്നെ ഹീറ്റഡ് സീറ്റ്സ് ആണ്, ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽസ് ആണ്. പിന്നെ ലംബാർ സപ്പോർട്ടുണ്ട്, തൈ സപ്പോർട്ടുണ്ട്. തൈ സപ്പോർട്ട് ഡ്രൈവർ സീറ്റിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഹീറ്റഡ് സീറ്റ് 2 സീറ്റ്സിനും ബാധകമാണ്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽസ് ആണ്. പിന്നെ ഡാഷ്ബോർഡിലും അവർ ഒത്തിരി ലെതർ ആൻഡ് സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക് അല്ല, ലെതർ തന്നെ റബ്ബർ ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെതർ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത ലെതർ പോലെയാണ് നമുക്ക് തോന്നിക്കണേ. എന്നാലും ഇതിൻ്റെ GT വേരിയൻറ്റിലാണ് അത് ഹാൻഡ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. 20 ഇയർ എക്സ്പീരിയൻസ് ടക്കുമീസ് ചെയ്തേക്കുന്ന GT വേരിയൻറ്റിലാണ്. ഇതിൻ്റെ ഹാൻഡ് സ്റ്റിച്ച് പോലെ തന്നെ ലെതറാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലെതറാണ്. ലെതറിന് അങ്ങനെ വെറാണ്ടിയർ ഒന്നും കാണാനില്ല. ഒക്കെ ഇത്രയും ഏജ് ആയ 6 ഇയേഴ്സ് ആയ വണ്ടിയാണെങ്കിലും ലെതറൊക്കെ പ്രോപ്പർലി പുതിയ വണ്ടിയുടെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജാപ്പനീസ് സെൻവുഡാണ് ഡോർ ട്രിമ്മിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലെതറിൻ്റെ മേളിൽ കാണുന്ന ക്രോമിൻ്റെ മേളിലുള്ളതാണ് സെൻവുഡ്. ഇത് ജപ്പാനിലുള്ള സെൻവുഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്ത് നിർമ്മിച്ചേക്കുന്ന സാധനമാണ്. പിന്നെ പവർ വിൻഡോസ് 4 എണ്ണം 1 ടച്ച് ഓപ്പറേറ്റഡ് ആണ്. വിങ് മിറർ റോട്ടേഴ്സും കൺട്രോളേഴ്സും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ.
ബാക്ക് സീറ്റ്സ് സ്പേഷ്യസ് ആണ്, കംഫർട്ടബിൾ ആണ്. കൂടെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റിനകത്ത് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള 2 USB പോർട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ 4 സൈഡിലെ ഡോറിലും നമുക്ക് വലിയ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. റിയർ AC വെന്റ് 2 AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. സലൂണ് 489ഉം ടൂററിന് 551 ലിറ്റേഴ്സാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ്. എക്സ്റ്റീരിയറിലെ ഇൻറ്റീരിയറിലെ ഇഷ്യൂസൊക്കെ കേട്ട് എല്ലാവരും എടുത്തില്ല. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് എഞ്ചിനല്ല. ഇതൊരു 2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. അതിൻ്റേതായ പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ. നാച്ചുറലി ആസ്പിറേറ്റഡ് ആയതുകൊണ്ട് തന്നെ ടർബോയുടെ ഇഷ്യൂസ് ഒന്നും ഇതിലുണ്ടാവില്ല. പിന്നെ ഉള്ളത് 2.5 ലിറ്റർ എഞ്ചിനാണ്, 186 bhp ഉള്ളത്. അതിന് നല്ല പെർഫോമൻസ് ഉണ്ട്, പക്ഷേ മൈലേജ് അതിനനുസരിച്ച് കുറയും. എനിക്ക് ഈ വണ്ടിയിൽ 50.1 mpg ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 17 km/ലിറ്റർ കിട്ടും നമ്മൾ മോട്ടോർ ഓയിലാണെങ്കിൽ. ടൗൺ സിറ്റി ഡ്രൈവിംഗിൽ ഒരു 10 km/ലിറ്റർ ആണ് കിട്ടുന്നത്. ട്രാൻസ്മിഷൻ വരുന്ന 2.5-ൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ട്രാൻസ്മിഷനാണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. പിന്നെ ഇതിലുള്ളത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ട്രാൻസ്മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സ്മൂത്തായ ഒരു ട്രാൻസ്മിഷനാണ്. ഒരു മെക്കാനിക്കൽ ഫീൽ വരുന്നുണ്ട്. സാധാരണ ടൊയോട്ടയുടെ ഒന്നും ഗിയർ ബോക്സ് പോലത്തെ അല്ല, അത്ര ലൂസല്ല, സോഗി എന്ന് വേണമെങ്കിൽ പറയാം ടൊയോട്ടയുടെ ട്രാൻസ്മിഷന്. ഇതിൻ്റെ ഇച്ചിരിയുടെ മെക്കാനിക്കൽ ഫീൽ വരുന്നുണ്ട്. ഇപ്പോൾ മസ്ത MX-5 ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതുപോലെ തന്നെ ഒരു ഫീലൊക്കെ ഇത് തരുന്നുണ്ട്. ജിൻബൈറ്റായി എന്ന് പറഞ്ഞ ഫിലോസഫിയിലാണ് അവർ ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്, ഹോഴ്സ് ആൻഡ് റൈഡേഴ്സ് 1. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് വണ്ടി തരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ്. ഹൈഡ്രോളിക് അല്ല, ഇലക്ട്രിക് ആണെങ്കിൽ തന്നെ നല്ല ഫീഡ്ബാക്ക് വരുന്നുണ്ട്. റോഡിലെ ഓരോരോ അൺഡ്യുലേഷൻസും ചെറിയ കുഴികളും എല്ലാം നമുക്ക് സ്റ്റിയറിംഗ് കിട്ടുന്നുണ്ട്. നല്ല സ്റ്റിയറിംഗ് ഫീഡ്ബാക്കാണ്. പിന്നെ ജി വെക്ടറിംഗ് കൺട്രോൾ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ കോർണർ എടുക്കുമ്പം നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന ആ സൈഡിലേക്ക് തന്നെ വണ്ടിയുടെ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി തന്നെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം അണ്ടർ സ്റ്റിയർ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയാണ്, അതിന് അണ്ടർ സ്റ്റിയർ വരാൻ ചാൻസസ് കൂടുതലാണ്. എന്നാലും ജി വെക്ടറിംഗ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോർണേഴ്സിലൊക്കെ. സ്ലോ സ്പീഡിൽ വണ്ടി ഭയങ്കര എൻഗേജിങ് ആണ് ഡ്രൈവ് ചെയ്യാൻ. ഇപ്പോൾ ട്രാഫിക്കിൽ നമ്മൾ കിടക്കുമ്പോഴാണെങ്കിലും സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കുമ്പോഴൊക്കെയാണ് നമുക്ക് നല്ല ഫീഡ്ബാക്ക് വരുന്നുണ്ട് സ്റ്റിയറിംഗ്. പിന്നെ അത് കൂടാതെ മാക്ഫേഷൻ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്നത്. മാക്ഫേഷൻ സ്ട്രട്ട് അത് യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ട് കുറച്ച് സോഫ്റ്റാണ്. ബാക്കിൽ യൂസ് ചെയ്തേക്കുന്ന മൾട്ടിലിങ്ക് സസ്പെൻഷനാണ്. മൾട്ടിലിങ്ക് സസ്പെൻഷൻ ആയതുകൊണ്ട് കുറച്ച് സ്റ്റിഫായിരിക്കും. പക്ഷേ റൈഡ് ക്വാളിറ്റിനെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. റൈഡ് ക്വാളിറ്റി നല്ല കംഫിയാണ്. ലോങ് ഡ്രൈവിനും ലോങ് ക്രൂസസിനൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ ഫോർവേഴ്സ് അങ്ങോട്ടും ഫോർവേഴ്സ് തിരിച്ചും സെയിം ഡേ തന്നെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഒരു മടുപ്പും തോന്നിയിട്ടില്ല. മാക്ഫേഷൻ സ്ട്രട്ട് ഫ്രണ്ടിലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി കുറച്ച് ബോഡി റോളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഇപ്പം ഫ്രണ്ട് പയ്യെ റോൾ ചെയ്തിട്ട് ബാക്ക് അതുപോലെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് നല്ല ടേണൊക്കെ എടുക്കുമ്പോൾ ഫീൽ ചെയ്യും. വണ്ടി പക്ഷേ സ്റ്റേബിളാണ്, ഒത്തിരി ബോഡി റോളൊന്നും ഇല്ല വണ്ടിക്ക്. ഹൈവേ സ്പീഡിലൊക്കെ നല്ല സ്റ്റെബിലിറ്റി വണ്ടി തരുന്നുണ്ട് സാധാരണ വണ്ടികളെക്കാളും. പിന്നെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് വണ്ടിക്ക് കുറവാണ്. അപ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് വണ്ടി തരുന്നുണ്ട് ഹാൻഡ്ലിങ്ങിൽ. ബ്രേക്സ് 4 ഡിസ്ക് ബ്രേക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. 19 ഇഞ്ച് അലോയാണ്. 19 ഇഞ്ച് അലോയും ടയറും ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റോഡ് നോയ്സ് നമുക്ക് നല്ല രീതിയിൽ അകത്തേക്ക് കേൾക്കാൻ പറ്റും. ബ്രേക്സിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ബ്രേക്സ് വരുന്നത്. ബ്രേക്സ് ഒട്ടും ഗ്രാബിയല്ല. നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നതനുസരിച്ച് സ്ലോലിയാണ് വണ്ടി നിൽക്കുന്നത്. ഇപ്പം പെട്ടെന്ന് കടിച്ച് നിൽക്കുന്ന പോലെ അങ്ങനത്തെ ഫീലൊന്നുമില്ല. ബ്രേക്ക് നല്ല റെസ്പോൺസീവാണ്, നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി എപ്പോഴും സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ രീതിയുണ്ട്. പിന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ വയേർഡാണ്. പിന്നെ റഡാർ ക്രൂസ് കൺട്രോൾ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് വണ്ടി ലൈൻ കീപ്പ് ചെയ്ത് ഫ്രണ്ടിൽ വണ്ടി ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടി റഡാറിൽ സെൻസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നതാണ് റഡാർ ക്രൂസ് കൺട്രോൾ. നാട്ടിലെ അഡാസൊക്കെ പോലെ തന്നെയുള്ള സംഭവമാണ്. നമുക്ക് ഓഫ് ചെയ്തിടാം. പക്ഷേ നമ്മളത് ടൗണിലൂടെയൊക്കെ പോകുമ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓഫ് ചെയ്തിടാൻ വേണ്ടിയാണ്. ബിക്കോസ് വണ്ടി തന്നെ വണ്ടിയുടെ സ്റ്റിയറിംഗ് തിരിച്ച് ലൈൻ കീപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി എവിടെയും പാർക്ക് ചെയ്ത വാഹനങ്ങളൊക്കെ വണ്ടി ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് സിറ്റി ഡ്രൈവിലൊക്കെ ഓഫ് ചെയ്തിടുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ കംപ്ലയിൻസിലേക്ക് കിടക്കാം. മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഡീസൽ എഞ്ചിൻ DPF ഇഷ്യൂസ് ആണ്. ഈ DPF വന്നേ പിന്നെ ഡീസൽ എഞ്ചിൻ ഫുൾ കംപ്ലയിൻസ് ആണ്. ഒന്നാമത്തെ കാര്യം കാർബൺ കയറി നിറയുന്നത്. ഇൻടേക്ക് മാനിഫോൾഡിലും ഇഞ്ചക്ടേഴ്സിലും കരി കയറി നിറയുന്നതാണ്. അത് പെട്രോളിലും ഡീസലിലും ഉണ്ട്, പക്ഷേ ഡീസലിൽ അത്രയും പെട്രോളിലില്ല. അത് നമ്മൾ കെമിക്കലി ക്ലീൻ ചെയ്യണം, ബ്ലാസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് കളയണം. പെട്രോളിൽ അതങ്ങനെ ചെയ്യേണ്ടി വരില്ല. 3000 അതായത് 3 ലക്ഷം മൈലൊക്കെ ഓടിയ വണ്ടികൾ എനിക്കറിയാം ഇതുവരെ അത് ക്ലീൻ ചെയ്യാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അറിയാതെ. പക്ഷേ ഡീസൽ വണ്ടി 1 ലക്ഷം മൈൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇഷ്യൂസ് കാണിച്ചു തുടങ്ങും. പിന്നെ ഡീസലിന് തന്നെ ഓയിൽ പ്രഷർ ഇഷ്യൂസ് ഉണ്ട്. ഓയിൽ പമ്പിന് കംപ്ലൈൻറ്റ് വരുന്നതും ഓയിൽ സ്ട്രെയിനേഴ്സിനും ഇഷ്യൂസ് വരുന്നുണ്ട്. പക്ഷേ പെട്രോൾ വണ്ടിക്ക് അങ്ങനെ യാതൊരു കംപ്ലൈൻറ്റുകളും കേട്ടിട്ടില്ല. പിന്നെ 2 വണ്ടിക്കും കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് എഞ്ചിൻ മൗണ്ടിൻ്റെ പ്രശ്നമാണ്. എഞ്ചിൻ മൗണ്ട് ലൂസ് ആവുന്നത്. പക്ഷേ അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാ വണ്ടിക്കും നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാവുന്നുള്ളൂ. എക്സ്പെൻസീവ് ആയ റിപ്പയർ അല്ല. ഡീസലിന് തന്നെ ടർബോ ഇഷ്യൂസ് ഉണ്ട്. ഡീസൽ എഞ്ചിൻ കാറ്റസ്ട്രോഫിക് എഞ്ചിൻ ഫെയിലിയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഡീസൽ എഞ്ചിന് ക്യാം ഷാഫ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അത് വെരി എക്സ്പെൻസീവ് ആണ് നന്നാക്കാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓയിൽ പമ്പിന് ഇഷ്യൂസ് വരാറുണ്ട്. ഓയിൽ സ്ട്രെയിനർ ഇഷ്യൂസ് വരാറുണ്ട്. പിന്നെ റേഞ്ച് റോവറിലൊക്കെ കാണുന്നത് പോലെ ഓയിൽ പ്രഷർ സോളിനോയിഡ് ഇഷ്യൂസും ഇതിൽ വരാറുണ്ട്. അപ്പോൾ ഈ കംപ്ലൈൻറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡീസൽ വണ്ടി അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. പെട്രോൾ വണ്ടി പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടി ഓടിക്കോളും. അപ്പോൾ ഈ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്തായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഷോറൂമിൽ സർവീസ് ചെയ്ത വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷോറൂമുകാർ ഇവിടെ യൂസ് ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ OW20 ഓയിലാണ്. അപ്പോൾ ഈ OW20 ഓയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം അത് വെരി തിൻ ഓയിലാണ്. അപ്പോൾ എഞ്ചിന് ലൂബ്രിക്കേഷൻ കുറവായിരിക്കും, ലൈഫ് കുറയും എഞ്ചിൻ്റെ കുറച്ച് കാലം കഴിയുമ്പോൾ. അത് നമ്മളൊരു 1 lakh മൈലൊക്കെ ഓടിക്കഴിഞ്ഞതിന് ശേഷം എവറി 5000 5W30 ഓയിലാണ് വണ്ടിക്ക് ഒഴിക്കുന്നതെങ്കിൽ ലൂബ്രിക്കേഷൻ കൂടുതലാണ്. അപ്പോൾ ഫ്രിക്ഷൻ കുറയും. അങ്ങനെ വണ്ടിയുടെ എഞ്ചിന് ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് 1 lakhനൊക്കെ മുകളിൽ ഓടിയ വണ്ടി
പിന്നെ ഷോറൂമിൽ കയറ്റി സർവീസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ എൻ്റെ വണ്ടി എവറി 5000 5W30 വാങ്ങിച്ച് ഒഴിക്കുകയോ ചെയ്യുന്നത് എഞ്ചിൻ ഓയിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ഇഷ്യൂ ഈ വണ്ടിയുടെ റസ്റ്റാണ്, റസ്റ്റും ഡീസൽ എഞ്ചിനും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഡീസൽ എഞ്ചിൻ അവോയ്ഡ് ചെയ്യുക, റസ്റ്റ് ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് അണ്ടർബോഡി ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. പിന്നെ ഓൾറെഡി സർഫസ് റസ്റ്റ് ഒക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലാനോ കാർഡ് വാങ്ങി അടിച്ച് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ഇയർലി ലാനോ കാർഡ് അടിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വണ്ടിയുടെ പ്രശ്നങ്ങൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ ട്രാൻസ്മിഷനെ കുറിച്ച് പറയുമ്പോൾ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ഓട്ടോമാറ്റിക് വെർഷന്. അത് അത്യാവശ്യം നല്ല റെസ്പോൺസ് തരുന്ന ഒരു സ്പോർട്ടി ട്രാൻസ്മിഷൻ എന്ന് തന്നെ വേണം പറയാം. പക്ഷേ DSGയുടെ അത്രയും നിങ്ങൾ പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്. അതിലും ഒരു ശകലം ലാഗ് ഉണ്ടാവും. മോട്ടോറിലൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ ലാഗ് ഉണ്ടാവും, പക്ഷേ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. DSG പോലെ തന്നെ നമുക്ക് ഈ ടോർക്ക് കൺവേർട്ടർ ഓടിക്കാം. പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് തന്നെ. അതിന് ചില സെലക്ടർ ഇഷ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അത് ഒരു വലിയ പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ആ സെലക്ടർ മാറാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതർവൈസ് ട്രാൻസ്മിഷൻ നല്ല റിലയബിൾ ട്രാൻസ്മിഷനാണ്, ഓട്ടോമാറ്റിക് ആയാലും മാനുവലായാലും. ഇനി നമുക്ക് ഈ വണ്ടി വാങ്ങിക്കണോ എന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ വണ്ടി വാങ്ങിക്കണോ എന്നുള്ളതിന് എനിക്കുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്, ലോങ് ഡ്രൈവ് പോകാൻ ഇഷ്ടമാണ്, പിന്നെ നിങ്ങൾ അത്യാവശ്യം കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, അതായത് അണ്ടർബോഡിയൊക്കെ ഇടയ്ക്ക് വാഷ് ചെയ്ത് റസ്റ്റ് റിപ്പയർ ഒക്കെ ചെയ്ത് കൊണ്ടുനടക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, റസ്റ്റ് റിപ്പയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത്ര വലിയ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അണ്ടർബോഡിയൊക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇത് നല്ലൊരു വണ്ടിയാണ്. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ലെക്സസോ ടൊയോട്ടയോ കൊടുക്കുന്നതിനേക്കാളും കുറവ് പൈസ കൊടുത്താൽ മതി ഈ വണ്ടി യൂസ്ഡ് മാർക്കറ്റിൽ. പക്ഷേ ആ സെയിം റിലയബിലിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ മസ്തയും ടൊയോട്ടയും പാർട്ട്ണറായി മസ്ത 2 എന്ന് പറയുന്ന വണ്ടി ടൊയോട്ട യാരിസാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ പാർട്സ് ഒക്കെ ഒത്തിരി ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CX5-ന് CX50-ക്ക് RAV4 എഞ്ചിനൊക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രീമിയം കാർ എന്ന് വേണമെങ്കിൽ പറയാം. കുറഞ്ഞ പൈസയ്ക്ക് ഒരു പ്രീമിയം കാർ, റിലയബിൾ പ്രീമിയം ഫൺ ഫാമിലി കാർ വേണമെങ്കിൽ മസ്ത 6 ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ടൈം.